നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഇന്ന് AI കാലമാണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ. അപ്പം ഒരുപാട് കണ്ടൻറ് ക്രിയേറ്റേഴ്സ് AI ഉപയോഗിച്ച് വീഡിയോസും ഇമേജസും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചില AI വീഡിയോസ് കാണുമ്പം അതിൻ്റെ ക്വാളിറ്റിയുടെ കുറവ് മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ആപ്പ് വലിയ മെച്ചപ്പെട്ടുള്ള ആപ്പൊന്നുമല്ല, ഒരുപാട് അഡ്വാൻസ് ആയിട്ടുള്ള ആപ്പൊന്നുമല്ല എന്ന് മനസ്സിലാക്കും. ഇപ്പം ഹോളിവുഡ് സിനിമയുടെ ഉറക്കം കെടുത്തുന്ന ഒരു ചൈനീസ് ആപ്പ് ഇറങ്ങിയിട്ടുണ്ട്, ബൈറ്റ് ഡാൻസിൻ്റെ സീഡാൻസ് 2.0. ഹോളിവുഡിൻ്റെ ഉറക്കം കെടുത്തുകയാണ് ഒരു ചൈനീസ് ആപ്പ്. ചൈനീസ് ടെക് ഭീമനായ ബൈറ്റ് ഡാൻസിൻ്റെ സീഡാൻസ് 2.0 എന്ന ആപ്ലിക്കേഷനാണ് ചലച്ചിത്ര ലോകത്തെ കീഴ്മേൽ മറിക്കുമെന്ന ആശങ്കയിലാണ് ഹോളിവുഡ് സിനിമയ്ക്ക് സമാനമായ ക്വാളിറ്റിയുള്ള വീഡിയോ ഓഡിയോ സൃഷ്ടിക്കാൻ കഴിയുന്ന അതിശക്തകരമായ ആപ്പാണത്. പ്രോംപ്റ്റിന് അനുസരിച്ച് സംഭാഷണവും സംഗീതവും ഉൾപ്പെടെയുള്ള വീഡിയോസ് തരും. സ്പൈഡർമാൻ, ഡെഡ്പൂൾ കഥാപാത്രങ്ങളെ ഉൾപ്പെടുത്തി സൃഷ്ടിച്ച വീഡിയോസ് ഇതിനകം വൈറലായിട്ടുണ്ട്. ഇതോടെ പ്രധാന ഹോളിവുഡ് സ്റ്റുഡിയോകളായ ഡിസ്നിയും പാരാമൗണ്ടിനുമൊക്കെ പകർപ്പവകാശ ലംഘനവുമായി രംഗത്ത് എത്തിയിട്ടുണ്ട്. 2025 ജൂണിലാണ് ഇത് ആദ്യമായിട്ട് വരുന്നത്. 8 മാസത്തിന് ശേഷം ഇതിൻ്റെ രണ്ടാം തലമുറ എത്തിയപ്പോഴേക്കും കാര്യങ്ങൾ മുന്നോട്ട് പോയിരുന്നു. ഇതിൽ നിർമ്മിച്ച വീഡിയോകൾ കണ്ട് ഇത് AI വീഡിയോ തന്നെ ആണോ എന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ലെന്ന് വിദഗ്ധർ തന്നെ ചൂണ്ടിക്കാട്ടുന്നു. ടെക്സ്റ്റും ദൃശ്യവും ശബ്ദവുമെല്ലാം ഒരിടത്ത് തന്നെ സൃഷ്ടിക്കാൻ സാധിക്കുന്നു. അതും ഒറ്റ പ്രോംപ്റ്റിലൂടെ സാധിക്കാൻ കഴിയുമെന്നതാണ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആഹ്ലാദിക്കുന്നത്. വിപണിയിലെ പ്രതിയോഗികളായ മിഡ്ജേണി, സോറോ തുടങ്ങിയവയുമായി താരതമ്യം ചെയ്യുമ്പം കൂടുതൽ റിയലിസ്റ്റിക്കായ വീഡിയോകൾ ആണ് സീഡാൻസിന് തന്നെ വിലയിരുത്തപ്പെടുന്നത്. എന്തെങ്കിലും പകർപ്പവകാശ നിയമലംഘനത്തിൻ്റെ പേരിൽ വിരട്ടാനോ സാമ്പത്തിക മെച്ചം ഉണ്ടാക്കാനും ചില കരാറുകളുമായി ഏർപ്പെടുകയാണ് ഹോളിവുഡ് സ്റ്റുഡിയോകൾ മുതിരുന്നത്. ഓപ്പൺ AIയുടെ സോറോയുമായി ഡിസ്നി $1 ബില്യൺ കരാർ ഒപ്പിടുന്നത് അടുത്ത കാലത്താണ്. അപ്പം ഈ സീഡാൻസ് ഇപ്പം ഹോളിവുഡിന് തന്നെ വലിയൊരു ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്, സീഡാൻസിൻ്റെ 2.0. അപ്പോൾ ഇത് ഇന്ത്യയിൽ വന്നിട്ടില്ലെന്നാണ് അറിയുന്നത്. ഇപ്പോൾ അതിൻ്റെ ആപ്പൊന്നും പ്ലേ സ്റ്റോറിലൊന്നും അവൈലബിൾ അല്ല. ഇപ്പം ചൈനീസ് ആപ്പ് ആയതുകൊണ്ട് ഇന്ത്യയിൽ വരുമോ എന്നൊക്കെ തന്നെ സംശയമാണ്. അപ്പം എൻ്റെ ആഗ്രഹം ഈ ആപ്പ് ഇന്ത്യയിലോട്ടും വരണം എന്നാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ സീഡാൻസ് 2.0യുടെ വിവരങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ഇതൊന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോയുമായി നമുക്ക് മറ്റൊരു ദിവസം കാണാം. അതുവരെ ബായ്.